ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ നമ്മൾ LP-UP ആയി ബന്ധപ്പെട്ട് കെമിസ്ട്രിയിൽ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ ഈ ഒരു ടോപ്പിക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതായത് വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് 2 SCERT ലെസൺസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ 4th ലെസൺ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതേ പേരിൽ തന്നെ നമുക്ക് 10th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിൽ ഒരു ലെസൺ ഉണ്ട്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേര്. കണ്ടന്റുകളെല്ലാം സെയിം ആണ്. എന്നാൽ ഓൾഡ് SCERTയേക്കാൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഉള്ള ചാപ്റ്ററാണ് ന്യൂ SCERTയിലെ ഈ ഒരു ലെസൺ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെസൺ പഠിച്ച് വാതക നിയമങ്ങൾ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾഡ് SCERTയിൽ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഇവിടെ ആഡ് ചെയ്ത് നമ്മൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ന്യൂ SCERT ആണ് നമ്മൾ വാതക നിയമങ്ങളുമായി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇനി ഓൾഡ് SCERT വായിച്ചെടുക്കണം എന്നുള്ളവർ ഓൾഡ് SCERTയിൽ സ്റ്റാൻഡേർഡ് 10ലെ ചാപ്റ്റർ 2 ആണ് ചാപ്റ്റർ. അപ്പോൾ അതൊന്ന് വായിച്ചെടുക്കുക. അപ്പോൾ അതിൽ എക്സ്ട്രാ പോയിന്റ്സ് കൂടി ഈ ഭാഗത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് ഓൾഡ് SCERT സെപ്പറേറ്റ് എടുക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബലൂണുകളിൽ അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കുന്ന ഒരു കാഴ്ച അല്ലേ? നല്ല രസമുള്ളൊരു അനുഭവമായിരിക്കും അല്ലേ? അപ്പോൾ നോക്കിയേ, ഈ ബലൂണുകളിൽ എന്താണ് ഇങ്ങനെ പൊങ്ങി നടക്കാനുള്ള കാരണം എന്താണ്? ബലൂണുകൾ ആകാശത്തോടെ ഇങ്ങനെ പൊന്തി പറക്കാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കും? ഇതിൽ നിറച്ചിരിക്കുന്നത് എന്താണ്? ഹീലിയം വാതകമാണ് കേട്ടോ. ഹീലിയം വാതകമാണ് ഇവിടെ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹീലിയത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണല്ലോ അത് വായുവിൽ പൊന്തി നടക്കുന്നത് അല്ലെ, പൊങ്ങി നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഹീലിയം വാതകം നിറച്ച ബലൂണുകൾ വായുവിൽ ഉയരുന്നത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ മനസ്സിലാക്കുക. ഹീലിയത്തിന് സാധാരണ അന്തരീക്ഷ വായുവിനെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവാണ്. ഓക്കെ, കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഹീലിയത്തിന്റെ സാന്ദ്രത സാധാരണ അന്തരീക്ഷ വായുവിനെ അപേക്ഷിച്ച് കുറവായതിനാൽ ഈ ഹീലിയം ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന് പറക്കുന്നുണ്ട്, വായുവിൽ ഉയർന്ന് പറക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുക. നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ അവയുടെ ഭൗതിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഖരം എന്താണ്? പുസ്തകം, പിന്നെ അതുപോലെ ബ്രിക്സ്, ഇതൊക്കെ സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലുമുള്ള സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിൽ ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള അവസ്ഥ എന്ന് പറയുന്നത് വാതക അവസ്ഥയാണ് കേട്ടോ. വാതക അവസ്ഥയ്ക്കാണ് ഏറ്റവും കുറവ് സാന്ദ്രത ഉള്ളത്. ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ളത് വായുവിലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹീലിയം എന്താ ചെയ്യുന്നത്? ഹീലിയം ബലൂണ് എന്താ ചെയ്യുന്നത്? സാധാരണ അന്തരീക്ഷ വായുവിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് അത് ഉയർന്നു പറക്കുന്നു എന്ന്. പൊതുവെ വാതകങ്ങൾക്കാണ് എന്ത് സാന്ദ്രത കുറവായിട്ടുള്ളത് എന്നുള്ളത് പഠിച്ചു വെക്കുക. പക്ഷേ വാതക തന്മാത്രകൾക്ക് എങ്ങനെയാണ്? ഊർജ്ജം വളരെ കൂടുതലാണ്. ഇവിടെ നോക്കൂട്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ഇമേജ് കണ്ടോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിന്റെ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കമ്പയർഡ് ടു സോളിഡ് കണ്ടോ, ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെയാണ് അതിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് എന്ന് നോക്കാം. സോളിഡ് ആണെങ്കിൽ എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് അല്ലെ? മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. ലിക്വിഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ലൂസ്ലി പാക്ഡ് ആണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഫ്രീ ആണ് അല്ലെ? അവർ ചലന സ്വാതന്ത്ര്യം അവർക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഡിഫ്യൂഷൻ ആണെങ്കിലും അതിനുള്ള ഡിഫ്യൂഷനുള്ള കഴിവൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ, സ്പ്രേ ബോട്ടിൽ നമ്മൾ ബോഡി സ്പ്രേ യൂസ് ചെയ്താൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന റൂമിലെ ആൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ വീട്ടിൽ ചക്കക്കാലമൊക്കെ ആകുമ്പോൾ ചക്ക മുറിക്കുമ്പോൾ കിച്ചണിൽ വെച്ച് ചക്ക മുറിക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാതകത്തിന്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത്. വാതക തന്മാത്രകൾക്ക് ഊർജ്ജം കൂടുതലാണ്. ഇവ തമ്മിലുള്ള അകലം കണ്ടോ? മോളിക്യൂൾസ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, കണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ആകർഷണ ബലം വളരെ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. വാതക തന്മാത്രകൾക്ക് കൈനറ്റിക് എനർജി, അവരെന്താണ്? ക്രമരഹിതമായിട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവർക്ക് ഗതികോർജ്ജം വളരെ കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അവർക്ക് ഗതികോർജ്ജം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജം ഏറ്റവും കുറവ് ആർക്കായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. പിന്നെ ഗ്യാഷ്യസിന്റെ മറ്റേ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഡിഫ്യൂഷൻ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഡിഫ്യൂഷന്റെ അല്ലെങ്കിൽ എന്താണ് വ്യാപനം എന്നാണ് അതിന്റെ മലയാളം വേർഡ്. വ്യാപനത്തിനുള്ള കഴിവൊക്കെ വളരെ കൂടുതലുള്ളതായിരിക്കും ഗ്യാഷ്യസിന്. സോളിഡിന് എങ്ങനെയാണ്? ഡിഫ്യൂഷനുള്ള കഴിവൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ? നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലെ ഒരു ലീക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. എന്താ അതിൻ്റെ പേര്? ഈഥൈൽ മെർക്യാപ്റ്റൻ അല്ലെ? ഈഥൈൽ മെർക്യാപ്റ്റൻ LPGയിൽ ലീക്ക് അറിയാൻ വേണ്ടി ചേർക്കുന്ന മണമുള്ള ഒരു വസ്തുവാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്നത്.
അപ്പോൾ അത് എന്താണ്, നമുക്ക് ആ ഒരു ലീക്കേജ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചേർക്കുന്ന ഒരു പദാർത്ഥമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഗ്യാസിന് ഈ ഒരു ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈഥയിൽ മെർക്യാപ്റ്റൻ ഒക്കെ ചേർക്കുമ്പോൾ ഗ്യാസ് ലീക്കേജ് ഒക്കെ അറിയാനായിട്ട് പറ്റുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു വന്ന കുറച്ചുകൂടെ സ്കിപ്പ് ആയിട്ടുണ്ട്, നോക്കാം. സാധാരണ താപനിലയിൽ 20 ഡിഗ്രി സെൽഷ്യസ് ടു 25 ഡിഗ്രി സെൽഷ്യസ്, അതായത് റൂം ടെമ്പറേച്ചറിൽ വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ ഇപ്പോൾ കെമിസ്ട്രിയുടെ ഒക്കെ ബുക്ക് എടുത്ത് വെച്ച് നോക്കിയാൽ ലാസ്റ്റ് അതിൻ്റെ ആ പുറം ഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗത്ത് അവിടെ കൊടുത്തിട്ടുണ്ടാവും പീരിയോഡിക് ടേബിൾ. അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ അവിടെ നമുക്കൊരു ബ്രൗൺ കളറിൽ വാതകങ്ങളെയൊക്കെ ഒന്ന് എന്താണ് കളർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റാഡൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വാതകാവസ്ഥയിലുള്ള റൂം ടെമ്പറേച്ചറിൽ സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റാഡോൺ എന്നിവയാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചുവടെ കുറച്ച് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിലുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് അല്ലെ, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ അമോണിയ ഉണ്ട്, അമോണിയ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ, അമോണിയം ക്ലോറൈഡ്. പിന്നെ ഏതാ വരുന്നത്? മീതെയിൻ അല്ലെ, മീതെയിൻ ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, പിന്നെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്. അറിയാലോ, സംയുക്തങ്ങളിൽ സാധാരണ താപനിലയിൽ വാതക അവസ്ഥയിലുള്ളവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞല്ലോ വാതകാവസ്ഥയിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള അകലവും അവ തമ്മിലുള്ള ആകർഷണ ബലവും ചലന സ്വാതന്ത്ര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. വാതകങ്ങളുടെ കേസാണ് കേട്ടോ ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്, വാതകങ്ങളുടെ കേസാണ്. അപ്പോൾ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ വാതക തന്മാത്രകൾ തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ് അല്ലേ. തമ്മിൽ വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആകർഷണ ബലം വളരെ കുറവായിരിക്കും, അറിയാലോ. ഇനി നെക്സ്റ്റ് ചലന സ്വാതന്ത്ര്യം എങ്ങനെയാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. തന്മാത്രകളുടെ ഊർജം എങ്ങനെയാണ്? വളരെ കൂടുതലാണ് അല്ലേ, വളരെ കൂടുതലാണ്. ഓക്കെ, തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലാണ്. വാതക തന്മാത്രകൾക്ക് ഊർജം വളരെ കൂടുതലാണ്. ഈ ആരോ മാർക്ക് ഇട്ട് കാണിക്കുന്ന മനസ്സിലായല്ലോ, മുകളിലേക്കുള്ളത് കൂടുതൽ എന്നും താഴേക്ക് ആരോ മാർക്ക് കാണിക്കുമ്പോൾ കുറവ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഇവിടെ നോക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വരികയാണ്. വാതകങ്ങളുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവ വിശദീകരിക്കാനായിട്ട് ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ലുഡ്വിഗ് ബോൾസ്മാനും, അപ്പം നിങ്ങൾ ഈ ഒരു ഫുൾ പേരൊന്നും പഠിച്ചില്ലെങ്കിലും മാക്സ്വെൽ എന്നും ബോൾസ്മാൻ എന്നെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ലുഡ്വിഗ് ബോൾസ്മാനും എന്നീ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച ഗതിക തന്മാത്രാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ആണ് നമ്മൾ ഇനി വായിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഗതിക തന്മാത്രാ സിദ്ധാന്തം അല്ലെങ്കിൽ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ്. അപ്പോൾ ആരൊക്കെ ചേർന്നാണ് ഗതിക തന്മാത്രാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ് ആരൊക്കെ ചേർന്നാണ് മുന്നോട്ട് വെച്ചത്? ആരൊക്കെയാണ്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും അതുപോലെ ആരാണ്? ലുഡ്വിഗ് ബോൾസ്മാനും ചേർന്നിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഈ ഗതിക തന്മാത്രാ സിദ്ധാന്തം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓൾഡ് SCERT ഇല്ല, അത് ന്യൂ SCERT പോയിന്റ് ആണ്. NCERT പോയിന്റ് ആയിരുന്നു ഇത് ഓൾറെഡി. അപ്പോൾ ഇത് പുതിയ SCERT കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാതകങ്ങൾ സൂക്ഷ്മ കണികകളാൽ, അല്ലെങ്കിൽ സൂക്ഷ്മ കണികകൾ എന്ന് പറയുമ്പോൾ ആറ്റങ്ങളും തന്മാത്രകളൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാതകങ്ങൾ സൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. അപ്പോൾ എല്ലാ വാതകങ്ങളും സൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ് എന്നതാണ് ഫസ്റ്റ് പോയിന്റ്. 2, വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം വളരെ കുറവാണ് അല്ലെ, അത് ലൂസ്ലി പാക്ഡ് ആണ്. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ് അല്ലെ. ഇനി അടുത്ത പോയിന്റ് വരുന്നത് എന്താണ്? തന്മാത്രകൾ തമ്മിൽ അകലം വളരെ കൂടുതലായതുകൊണ്ട് വാതകത്തിന്റെ ആകെ വ്യാപ്തമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ ആകെ വ്യാപ്തം വളരെ നിസ്സാരമായിരിക്കും. കണ്ടോ, തന്മാത്രകൾ തമ്മിൽ അകലം വളരെ കൂടുതലാണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്മാത്രകൾ തമ്മിലുള്ള അകലം എന്താണ്? വളരെ കൂടുതലാണ്.
അപ്പോൾ വാതകത്തിൻ്റെ ടോട്ടൽ വ്യാപ്തം, ടോട്ടൽ വോളിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാതക തന്മാത്രകളുടെ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും, വളരെ നിസ്സാരമായിരിക്കും എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ക്ലിയർ ആയല്ലോ ഈ 3 പോയിന്റുകളും? അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വാതകങ്ങൾ സൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. എല്ലാ വാതകങ്ങളും സൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. രണ്ടാമത്തെ പോയിന്റ്, വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം വളരെ കുറവാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. തന്മാത്രകൾ തമ്മിൽ അകലം വളരെ കൂടുതലായതുകൊണ്ട് വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ ആകെ വ്യാപ്തം വളരെ നിസ്സാരമായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അടുത്ത പോയിന്റ്, വാതക തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ചു കൊണ്ടുവന്ന് വ്യാപ്തം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വാതക തന്മാത്രകളുടെ വ്യാപ്തം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, PSC മുൻപ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് വരാം. വാതക തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചലനത്തിന്റെ ഫലമായിട്ട് തന്മാത്രകൾ തമ്മിലും അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയുമായിട്ടും കൂട്ടിമുട്ടലുകൾ സംഭവിക്കുന്നുണ്ട്. തന്മാത്രകൾ പാത്രത്തിന്റെ ഭിത്തിയിൽ ഇടിച്ചുണ്ടാകുന്ന ബലത്തിനെയാണ് വാതകമർദ്ദം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു പിക്ചർ നോക്കുക. വാതക തന്മാത്രകൾ എന്താ ചെയ്യുന്നത്? ക്രമരഹിതമായിട്ടാണ് ഇവ സഞ്ചരിക്കുന്നത്, അല്ലേ? വാതക തന്മാത്രകൾ ക്രമരഹിതമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്, അവ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാത്രത്തിന്റെ ഭിത്തികളിലൊക്കെ ചെന്നിടിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രഷറിനെയാണ് എന്ത് പറയുന്നത്? വാതകമർദ്ദം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വാതകമർദ്ദം എന്താന്ന്? വാതക തന്മാത്രകൾ ക്രമരഹിതമായിട്ടാണ് സഞ്ചരിക്കുന്നത്. വാതക തന്മാത്രകൾക്ക് എൻട്രോപ്പി കൂടുതലാണ്. ഓക്കെ, ക്രമരഹിതമായിട്ടാണ് അവ സഞ്ചരിക്കുന്നത്. അപ്പോൾ വാതക തന്മാത്രകളുടെ ക്രമരഹിതമായിട്ടുള്ള സഞ്ചാരം കാരണം ഇവ പരസ്പരം കൂട്ടിയിടിക്കുകയും ഇവ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പാത്രത്തിന്റെ ഭിത്തിയിലൊക്കെ ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു മർദ്ദം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മർദ്ദത്തിനെയാണ് എന്ത് പറയുന്നത്? വാതകമർദ്ദം എന്ന് പറയുന്നത്. വാതകമർദ്ദം. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്തികമാണ്, അതായത് ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ ഇലാസ്തികമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടിമുട്ടലുകൾക്ക് മുൻപും ശേഷവും തന്മാത്രകളുടെ ആകെ ഗതികോർജം തുല്യമായിരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്തികമാണ്, അതായത് കൂട്ടിമുട്ടലുകൾക്ക് മുൻപും ശേഷവും തന്മാത്രകളുടെ ആകെ ഗതികോർജം തുല്യമായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് എന്താണ്? തന്മാത്രകൾ ക്രമരഹിതമായിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന്, അല്ലേ? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ തന്മാത്രകൾ ക്രമരഹിതമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ ഇവിടെ കണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്താണ്? ഗതികോർജം കൂടുതലാണ്. ഗതികോർജം കൂടുതലായിട്ടുള്ള തന്മാത്രകൾ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവരുടെ ഗതികോർജം ഈ കൊളൈഡ് ചെയ്യുന്നതിന് മുൻപും കൊളൈഡ് ചെയ്തതിന് ശേഷവും തുല്യമായിരിക്കും. യാതൊരു മാറ്റവും അല്ലെങ്കിൽ ഊർജ്ജ നഷ്ടവും അവിടെ സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ്, ഒരു വാതകത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജം അതിന്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഗതികോർജം എന്നാൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കൈനറ്റിക് എനർജി കൂടുകയാണെങ്കിൽ താപനില നമ്മൾ കൂട്ടിക്കൊടുത്താൽ കൈനറ്റിക് എനർജി കൂടും. മനസ്സിലാവുന്നുണ്ടോ? താപനില നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി കുറയും. ഓക്കെ, അപ്പോൾ ഒരു വാതകത്തിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി അതിന്റെ താപനില നമ്മൾ കുറച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ ആ ഒരു ഗതികോർജം കുറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ സഞ്ചാരം അല്ലെങ്കിൽ ആ ക്രമരഹിതമായിട്ടുള്ള സഞ്ചാരശേഷി കുറയും. ഗതികോർജം എന്ന് പറയുമ്പോൾ എന്താണ്? ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. അപ്പോൾ താപനില കൂട്ടി കൊടുക്കുമ്പോൾ ഗതികോർജം കൂടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ്. ഇത് ആര് പ്രപ്പോസ് ചെയ്തതാണ് ഈ കാര്യങ്ങൾ? ഗതിക തന്മാത്രാ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോൾസ്മാനും ക്ലർക്ക് മാക്സ്വെല്ലും ചേർന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഗതിക തന്മാത്രാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എല്ലാ വാതകങ്ങളും സൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണെന്ന് പഠിച്ചു. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? തന്മാത്രകൾ തമ്മിൽ അകലം വളരെ കൂടുതലായതുകൊണ്ട് വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ ആകെ വ്യാപ്തം വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അടുത്ത പോയിന്റ്, വാതക തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ചു കൊണ്ടുവന്ന് വ്യാപ്തം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓൾഡ് SCERT-യിൽ അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് മുൻപ് PSC ചോദിച്ചിട്ടുള്ളതുമാണ്. ഇങ്ങനെയാണ് അതൊരു എക്സാമ്പിൾ നോക്കാം. 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ ഒരു വാതകം നിറച്ചിരിക്കുകയാണ്. ആ വാതകത്തെ നമ്മൾ 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റുകയാണ്. അപ്പോൾ ഈ വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ്. അതായത് 5 ലിറ്റർ ആയിരിക്കും. എത്ര
വ്യാപ്തമുള്ള പാത്രത്തിലേക്കാണോ നമ്മൾ മാറ്റുന്നത് അത്രയുമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വെച്ചിരുന്ന വാതകം 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റുകയാണെങ്കിൽ വാതകത്തിന്റെ പുതിയ വ്യാപ്തം എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമാണെന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ ഈ വാതക തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ചു കൊണ്ടുവന്ന് നമുക്ക് ഈ 5 ലിറ്ററിൽ കണ്ടെയ്നറിനെ വേണമെങ്കിൽ ഒരു 1/2 ലിറ്റർ കൊള്ളുന്ന കണ്ടെയ്നറിലേക്ക് മാറ്റാമെന്ന്. വാതക തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ചു കൊണ്ടുവന്ന് അതിന്റെ വ്യാപ്തം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതാണ് പോയിന്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് ഒരു PYQ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഈ ഒരു പോയിന്റ്. പിന്നെ വരുന്നത് എന്താണ്? വാതകമർദ്ദത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വാതകമർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ്? വാതകം ക്രമരഹിതമായിട്ട് സഞ്ചരിക്കുകയും അവ പരസ്പരം കൊളൈഡ് ചെയ്യുകയും ചെയ്യും. പരസ്പരം കൊളൈഡ് ചെയ്യുന്നത് കൂടാതെ അവ ഒക്കുപ്പൈ ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തിയിലും ഇടിക്കും. അങ്ങനെ മർദ്ദം ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് വാതകമർദ്ദം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞ അടുത്ത പോയിന്റ്? വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടൽ കൊളീഷൻസ് എന്താണ്? ഇലാസ്റ്റിസിറ്റി നേച്ചറുള്ളവയാണ്. അതായത് കൂട്ടിമുട്ടലുകൾക്ക് മുൻപും ശേഷവും തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജം എപ്പോഴും തുല്യമായിരിക്കും. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഒരു വാതകത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം അതിന്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ടെമ്പറേച്ചർ കൂട്ടിയാൽ കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ വാതകങ്ങളുടെ കൈനറ്റിക് എനർജി കുറയും. ഇത്രയും പോയിന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. വാതകങ്ങളുടെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് വ്യാപ്തം, മർദ്ദം, വാതക തന്മാത്രകളുടെ ഊർജം. അപ്പോൾ ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വാതകങ്ങളുടെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവ. ഏതൊക്കെയാണ്? വ്യാപ്തം, മർദ്ദം, താപനില. വ്യാപ്തം, മർദ്ദം, താപനില എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വാതകത്തിന്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ വാതകത്തിന്റെ വ്യാപ്തം ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വരുന്നത്. വാതക തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ചു കൊണ്ടുവന്ന് വ്യാപ്തം കുറയ്ക്കാനായിട്ടും സാധിക്കും. അവയ്ക്കിടയിലെ അകലം കൂട്ടുകയാണെങ്കിൽ വ്യാപ്തം കൂട്ടാനായിട്ടും സാധിക്കും. അപ്പൊ നോക്കൂ, ആ ഒരു പോയിന്റ് ആണിത്. 1 ലിറ്റർ വ്യാപ്തമുള്ള കുപ്പിയിൽ നിറച്ച ഒരു ദ്രാവകം 2 ലിറ്റർ വ്യാപ്തമുള്ള കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിന്റെ വ്യാപ്തം എത്രയായിരിക്കും? അതായത് ഇവിടെ ദ്രാവകത്തെ കുറിച്ചാണ് പറയുന്നത്. 1 ലിറ്റർ വ്യാപ്തമുള്ള ഒരു കുപ്പിയിൽ നിറച്ച ഒരു ദ്രാവകം 2 ലിറ്റർ കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിന്റെ വ്യാപ്തം എത്രയായിരിക്കും? 1 ലിറ്റർ തന്നെയായിരിക്കും അല്ലെ? 1 ലിറ്റർ പാല് നമ്മൾ 2 ലിറ്റർ കൊള്ളുന്ന കുപ്പിയിലേക്ക് നിറച്ചാലും ഈ പാലവിടെ ഇരട്ടിക്കൊന്നുമില്ല, 1 ലിറ്റർ തന്നെയായിരിക്കും അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ നേരെ നമ്മൾ വാതകത്തിന്റെ കേസാണ് പറയുന്നതെങ്കിൽ അവിടെ മാറ്റമുണ്ട്. 1 ലിറ്റർ വ്യാപ്തമുള്ള ഒരു കുപ്പിയിൽ നിറച്ച ഓക്സിജൻ വാതകം 2 ലിറ്റർ വ്യാപ്തമുള്ള കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിന്റെ വ്യാപ്തം 2 ലിറ്ററായി എക്സ്പാൻഡ് ചെയ്യും അല്ലെ? വാതക തന്മാത്രകൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് കൂടും. അപ്പൊ ഇവിടെ വ്യാപ്തം കൂടും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വാതകങ്ങൾക്ക് എന്തില്ല? ഒരു നിശ്ചിത വ്യാപ്തം ഇല്ല. അവ ഒക്കുപ്പൈ ചെയ്യുന്ന പാത്രം ഏതാണോ അതാണ് അതിന്റെ വ്യാപ്തം. ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും. അവയ്ക്ക് എന്തില്ല? നിശ്ചിത വ്യാപ്തം ഇല്ല. എന്നാൽ ദ്രാവകങ്ങൾക്ക് അങ്ങനെയാണോ? അല്ല, ദ്രാവകങ്ങൾക്ക് ഒരു നിശ്ചിത വ്യാപ്തം ഉണ്ട്. ഇനി ഈ 2 ലിറ്റർ വാതകം 10 ലിറ്ററിന്റെ ഒരു കുപ്പിയിലേക്ക് മാറ്റിയാൽ വീണ്ടും 10 ലിറ്റർ ആയിരിക്കും ആ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വാതകത്തിന്റെ വ്യാപ്തം എന്നത് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തമാണ് എന്നാണ് ചുരുക്കം. ഇനി നോക്കാം, വാതകത്തിന്റെ വ്യാപ്തം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. സാധാരണയായിട്ട് ലിറ്റർ എന്ന യൂണിറ്റ് ആണ് നമ്മൾ പറയാറ്. ഓക്കെ, വാതകത്തിന്റെ വ്യാപ്തം പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ ലിറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കാം, 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു പാത്രത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? 1 സെന്റിമീറ്റർ ക്യൂബാണ് അല്ലെ? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ അത് 1 സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 1 സെന്റിമീറ്റർ ക്യൂബ് ഈക്വൽ ടു 1 മില്ലി ലിറ്റർ. 1 മില്ലി ലിറ്ററിന് തുല്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററിന് തുല്യമാണല്ലോ. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ലിറ്റർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിന് തുല്യമാണ്. ലിറ്റർ എന്ന് എഴുതുമ്പോൾ L ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതേണ്ടത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം, മില്ലി ലിറ്ററിലാണെങ്കിലും ആ ലിറ്ററിന്റെ L ക്യാപിറ്റലാണ്. വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതേ സംഭവം തന്നെയാണ് പറയുന്നത്. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള പാത്രത്തിന്റെ വ്യാപ്തം 1 മീറ്റർ ക്യൂബാണ്.
അല്ലേ? അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പം അതിനെ നമുക്ക് ഇങ്ങനെ എഴുതി വരുമ്പോൾ ഫൈനലി 1000 ലിറ്റർ എന്ന് കിട്ടും. അങ്ങനെ വന്നു എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ ക്യൂബ് 1 മില്ലി ലിറ്റർ ആണ്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് മർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മർദ്ദം. വാതക തന്മാത്രകൾ വ്യത്യസ്ത ദിശകളിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു, അല്ലെ? ഈ ഒരു പിക്ചറിൽ നമ്മൾ കണ്ടു വാതക തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ എന്താ ചെയ്യുന്നത്? പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവ ഒക്കുപ്പൈ ചെയ്യുന്ന പാത്രത്തിന്റെ വശങ്ങളിലൊക്കെ പോയിട്ട് ഹിറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മർദ്ദം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് വാതക മർദ്ദം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് പ്രതലത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്, അല്ലെ? ഒരു മർദ്ദം അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ യൂണിറ്റ് പരപ്പളവിൽ, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് എന്ത് പറയുന്നത്? വാതക മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ വാതക മർദ്ദം, മർദ്ദം ഈക്വൽ ടു ബലം ബൈ പരപ്പളവാണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഈ മർദ്ദം സാധാരണയായിട്ട് പ്രസ്താവിക്കുന്നത് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ ATM എന്ന യൂണിറ്റിലാണ്. അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മർദ്ദത്തിന് മറ്റ് യൂണിറ്റുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മർദ്ദത്തിന്റെ SI യൂണിറ്റ് ആണ് എന്ത്? പാസ്കൽ. മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. എന്നാൽ സാധാരണയായിട്ട് മർദ്ദം, അന്തരീക്ഷ മർദ്ദം പറയുന്നത് ATM അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന യൂണിറ്റിലാണ്. അപ്പോൾ SI യൂണിറ്റ് ഏതാണ്? മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. പാസ്കലിനെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ സ്ക്വയർ മീറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പാസ്കലിന് P ക്യാപിറ്റലും A സ്മോൾ ലെറ്ററും ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാസ്കൽ ആണ് മർദ്ദത്തിന്റെ SI യൂണിറ്റ്. ഒരു ATM എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ്. ഓക്കെ അല്ലേ പറഞ്ഞ കാര്യം? അപ്പം മർദ്ദത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്താണ് മർദ്ദം? വാതകങ്ങൾ ക്രമരഹിതമായി സഞ്ചരിച്ച് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. കൂടാതെ അവ ഒക്കുപ്പൈ ചെയ്യുന്ന പാത്രം ഏതാണോ അതിൻ്റെ വശങ്ങളിലൊക്കെ പോയി തട്ടുന്നുണ്ട്. അവിടെ ഒരു മർദ്ദം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മർദ്ദത്തെയാണ് എന്ത്? വാതക മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വാതകമർദ്ദം കണക്കാക്കുന്നത് എന്താണ്? വാതകമർദ്ദം കണക്കാക്കാൻ വേണ്ടിയിട്ട് ബലം ബൈ പരപ്പളവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം, അതാണ് വാതകമർദ്ദം. അപ്പോൾ ബലം ബൈ പരപ്പളവ് ചെയ്യുക. ബലം എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ കിട്ടും. പ്രഷറിന് സാധാരണയായിട്ട് നമ്മൾ ATM അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ SI യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത്. പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു ATM എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഈ ഒരു പോയിന്റ് ഈ റീസെൻ്റ് ആയിട്ട് ജാനുവരി 2026 നടന്നൊരു എക്സാമിൽ PSC ചോദിച്ചൊരു ചോദ്യമാണ്. മാനോമീറ്ററിനെ കുറിച്ച്. എന്താണ് മാനോമീറ്റർ? വാതകങ്ങളുടെ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഇതായിരുന്നു PSC ചോദ്യം. മാനോമീറ്റർ ആണ് വാതകങ്ങളുടെ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിവിധ തരം മാനോമീറ്ററുകളാണ് നമുക്കൊരു ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയാണെങ്കിലും PSC ചോദിക്കും. അപ്പോൾ നമുക്ക് ഓർത്ത് വെച്ചേക്കുക, വാതകങ്ങളുടെ മർദ്ദം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മാനോമീറ്റർ ആണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നോക്കുന്നത്. വാതകത്തിന്റെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു സ്വഭാവമാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? തന്മാത്രകൾക്ക് എന്തുണ്ട്? വാതക തന്മാത്രകൾക്ക് ഗതികോർജ്ജം ഉണ്ടെന്നല്ലേ? ചലനം മൂലം തന്മാത്രകൾക്ക് ലഭിക്കുന്ന ഊർജ്ജം ഗതികോർജ്ജമാണ്. ഈ ഗതികോർജ്ജം വളരെ കൂടുതലാണ് ഗ്യാഷ്യസ് തന്മാത്രകൾക്ക്. അവ ക്രമരഹിതമായിട്ട് സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാതകത്തെ ചൂടാക്കിയാൽ അതിലെ തന്മാത്രകളുടെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? കൂടും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗതിക തന്മാത്രാ സിദ്ധാന്തത്തില് ഒരു വാതകത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം എന്ന് പറയുന്നത് അതിൻ്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ വാതകങ്ങൾ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഊർജം കൂടും, തന്മാത്രകളുടെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ താപനിലയും വർദ്ധിക്കും. ഓക്കെ, താപനിലയും വർദ്ധിക്കുന്നുണ്ട്. വാതകങ്ങൾ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം, തന്മാത്രകളുടെ ഊർജം കൂടുന്നതിനാൽ താപനിലയും വർദ്ധിക്കുന്നുണ്ട്. ഇനി താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്.
സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് നമ്മളൊക്കെ യൂഷ്വലി പറയാറുള്ളത് ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഈ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാനുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കുകയും ചെയ്യും. സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റായ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ അതിനോട് 273 കൂട്ടുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം 273 കൂട്ടണം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 273 കെൽവിനാണ്. ഇനി നമ്മളൊരു 2 ഡിഗ്രി സെൽഷ്യസ് എടുക്കാമെന്ന് വെച്ചോ. 2 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലോട്ട് മാറ്റണം. എന്ത് ചെയ്യണം? 2 + 273 കെൽവിനാണ് ആൻസർ. അപ്പോൾ എത്ര വരും? 275 കെൽവിൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. താപനില T ഡിഗ്രി സെൽഷ്യസ് ആയാൽ അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ ഈ T + 273 ചെയ്യണം. അത്രയും കെൽവിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി കുറച്ച് എക്സാമ്പിൾ കൂടി തരാം, നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. എന്ത് ചെയ്യുക? 100 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എന്ത് ചെയ്യണം? കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 100ന്റെ കൂടെ എത്രയും കൂടി ആഡ് ചെയ്യണം? 273 കൂടി ആഡ് ചെയ്യണം. അത്രയും ആയിരിക്കും അതിൻ്റെ കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 373 കെൽവിനാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 373 കെൽവിനാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിൻ്റെ കൂടെ 273 ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. 1000 കെൽവിൻ, 1000 കെൽവിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? 1000 കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്കാണ് കേട്ടോ മാറ്റേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചത് എങ്ങനെയാണ്? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ പഠിച്ചു. ഇനി നേരെ കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള മാത്സ് ആണെന്ന് നമുക്ക് അറിയേണ്ടതുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതുകൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ വാതക നിയമങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവഗാഡ്രോ ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? വാതകങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകളാണ് അല്ലേ പഠിച്ചത്. മർദ്ദം പഠിച്ചു, താപനില പഠിച്ചു, കൂടാതെ അതിൻ്റെ വ്യാപ്തവും പഠിച്ചു. വാതകങ്ങളുടെ പൊതു സ്വഭാവങ്ങളിൽ വ്യാപ്തം, താപനില, അതിൻ്റെ മർദ്ദം എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. കൂടുതൽ പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസും ക്ലാസ്സുകളൊക്കെ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക്